friends, welcome back to Rainy Voice. It's me Rani. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നഴ്സസിന് വേണ്ടിയിട്ട് ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിസംബറിൽ വരാനിരുന്ന ഒരു അപ്ഡേറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസിയാസ് അല്ലെങ്കിൽ ന്യൂസിലൻഡിലുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് സെന്ററിൽ പോയിട്ട് നഴ്സസ് ഒരു തിയററ്റിക്കൽ എക്സാം എടുക്കണം. അതുപോലെ സെക്കൻഡ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 days ഓറിയന്റേഷൻ കോഴ്സ് എടുത്തതിന് ശേഷം 3 hour നീണ്ടു നിൽക്കുന്ന ഒരു ഓസ്കി എക്സാമിനേഷൻ ന്യൂസിലൻഡിൽ വെച്ചിട്ട് തന്നെ നഴ്സസ് എഴുതേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതായിരുന്നു. ഡിസംബർ 4, 2023 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഇതിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന നഴ്സസ് UK, അയർലൻഡ്, ബ്രിട്ടീഷ് കൊളംബിയ, സിംഗപ്പൂർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇവിടെ എവിടെയെങ്കിലും രജിസ്ട്രേഡ് ആണെങ്കിൽ അവർ ന്യൂസിലൻഡ് കൗൺസിലിൽ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എക്സാംസ് ഒന്നും വേണ്ടതായിട്ടില്ല എന്നാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ന്യൂസിലൻഡിലൊക്കെ പോയി സ്ട്രേറ്റ് എക്സാം എടുക്കാന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻസ് ഹോൾഡ് ചെയ്യുന്ന ഏതൊരു നഴ്സിന്റെയും ആപ്ലിക്കേഷൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കൗൺസിൽ സ്ട്രേറ്റ് അസസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അസസ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്നതാണ്. അപ്പോൾ ഇതിന്റെ പാർട്ടായിട്ട് OCS ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നഴ്സസിന്റെ ഒരു കോമ്പിറ്റൻസി അസസ്മെന്റ് നടക്കുന്നുണ്ടാവും. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് മാത്രമേ ഇനി ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ബാധിക്കുള്ളൂ. ഇനി ഈ അസസ്മെന്റിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് രജിസ്ട്രേഷൻ കൗൺസിലിന് തോന്നിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ എക്സാമിനെ പറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ആ ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും കുറച്ച് വറീഡ് ആയിരുന്നു. കാരണം ഇനി രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസംബറിന് മുന്നേ രജിസ്ട്രേഷൻ കിട്ടുമോ, അതുപോലെ തന്നെ ഇനി കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓസ്കി എഴുതാൻ ന്യൂസിലൻഡ് പോകേണ്ടി വരുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ നിങ്ങൾ സ്വപ്നമായിട്ട് നിൽക്കുന്നവർക്ക് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഏജൻസിനെ സമീപിക്കുന്നുണ്ടെങ്കിൽ സമീപിച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം രജിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നഴ്സിംഗ് സുഹൃത്തുക്കളിലേക്കൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.